സോ ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ടെക്സ്ചർ പാക്കും ഷെയ്ഡറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷെയ്ഡറിൻ്റെ പേര് ന്യൂബക്സ് വാനില, പിന്നെ ടെക്സ്ചർ പാക്കിൻ്റെ പേര് ഫൈത്ത്ഫുൾ 512x512 അങ്ങനെയാണ്. അപ്പോൾ നമുക്കിനി വെച്ചെങ്കിൽ ഇതൊക്കെ നമ്മൾ ഓൾറെഡി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് എന്നാൽ ആകെ ഫ്ലോപ്പായി. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ചെങ്കിൽ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. പിന്നെ നമുക്ക് വെച്ചെങ്കിൽ ഇവിടേക്കൊന്ന് പോയായിരുന്നു നമ്മൾ ഫോട്ടോസ്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു സ്കള് കിട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ചെങ്കിൽ അടിയിലാണ് ബാക്കിയുള്ളതൊക്കെ, അതൊക്കെ ഞാൻ അടിയിൽ പോയിട്ട് കാണിച്ചു. ഓക്കെ, പിന്നെ ഉള്ള ഇതാണ് കേട്ടോ. ഞാൻ ട്രേഡിങ് ഹാൾ ഉണ്ടാക്കി അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വരാട്ട് പൂട്ടണം. ഓക്കെ, അതിന് ഇതുവരെ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇനി ഞാൻ ഓഫ് ക്യാമറ ചെയ്തുകൊണ്ട് പറ്റിയുള്ള പൂട്ടലൊക്കെ. ഓക്കെ, അപ്പോൾ ഇന്ന് വെച്ചെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു ഇതുണ്ടാക്കിയെന്ന് എന്താ നമ്മളെ അയണിൻ്റെ അയൺ ഫാം ഉണ്ടാക്കിയെന്ന് അത് വർക്കിംഗ് ആണ്. എന്നാൽ നമ്മളെ അയൺഗോലത്തിന് ഇറങ്ങാനുള്ള സ്ഥലമില്ല അവിടെ. അതുകൊണ്ട് തന്നെ അത് പുറത്തൊക്കെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് തന്നെ ഇച്ചിരി വലുതാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയുള്ള അത് അപ്പുറത്തെ ഐലൻഡിലാണ്. ഇവിടെ വില്ലേജേഴ്സൊക്കെ ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പം ഞാൻ അവിടേക്ക് പോട്ടെ. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാക്കിയുള്ളത് ഇതെന്നാ വർക്കിംഗ് ആണ്. എന്നാൽ അയൺഗോലം ഇടക്ക് ഇവിടെ ഒക്കെയാണ് ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് വെച്ചെങ്കിൽ ഇത് ഞാൻ കുറച്ചുകൂടി വലുതാക്കാനാണ് പ്ലാൻ വെച്ചെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ ഒന്ന് കണ്ടോ. ഇനി ഞാൻ വലുതാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. കണ്ട അയൺഗോലൊക്കെ വർക്കിങ്ങാണ്, അയൺഗോലൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റാം. ഓക്കെ, അപ്പം നമ്മളിത് ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പാത്തിട്ട് കൊടുത്തൊന്ന് മിനിറ്റ് എൻ്റെ സെൻറ്റർ കണ്ടെത്തിയിട്ട് ഞാൻ അവിടെ നല്ലയിടത്തേക്കും ഒരു 5 ബ്ലോക്കൊക്കെ ആകട്ടെ. ഗേസ് ഒരു പൊട്ടത്തരം ചെയ്ത് ഈ ലാവ അങ്ങോട്ട് ഒലിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ ഹോപ്പറായിരുന്നു. അത് അറിയാണ്ട് പൊട്ടി. പിക്കാക്സ് എഫിഷ്യൻസി 4 ഇനി മാത്രം ഉണ്ടായിട്ട് എന്താ. ഇനി ഒരു വില്ലേജറിനെ അങ്ങോട്ട് കൊടുന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇനി കുറേ നേരം പിടിക്കും പറ്റിങ്ങളെ കൊണ്ടുവരാൻ. ഇപ്പം എത്ര വർക്ക് സ്റ്റേഷൻ വേണം? 1 2 3 4 5 6 7 8 9 10 11 12 13. ഇനി 8 എണ്ണം വേണം. അങ്ങോട്ട് മാറിക്കടാ, ഒരടിക്കുള്ള ഉള്ളൂ. ഇനി ഇതൊക്കെ ഇനി മാറിക്കുക. ഭ്രാന്ത് ഇട്ടിരിക്കണ്. ഇനി അതെ ഈ വണ്ടാറെടുത്ത് നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്യുള്ളൂ കേട്ടോ ഗൈസ്. നല്ല മെനക്കെടുള്ള പണിയാണ്. ഓക്കെ, അങ്ങനെ ഞാനൊരു വില്ലേജറിനെ പിടിച്ചിട്ടുണ്ട്. ഇനി വന കണ്ട് കൊണ്ടോട്ടെ. അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഗൈസ്. ഓക്കെ, അപ്പം ഇനി വന കണ്ട് കൊണ്ടുപോയിട്ടാൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുക. അങ്ങനാണ്ട് കൊണ്ടുപോയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഓനോ സെറ്റാക്കിയപ്പോൾ അതാ 2 ആളും അവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവർക്ക് കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുക. ബ്രെഡ് എൻ്റെ കയ്യിലുണ്ടാവുമോയെന്ന് അറിയില്ല, നോക്കട്ടെ. എൻ്റെ അണ്ടർ ജസ്റ്റ് ഉണ്ടാവും എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ 2 സ്റ്റാക്ക് അടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഞാൻ ഒരു ബ്രീഡായിക്കോളും. അപ്പം ഞാൻ മോളിലേക്ക് പോട്ടെ. എന്നിട്ട് മോളിൽ നിന്ന് ഇതൊക്കെ മൂടട്ടെ. ഓക്കെ, അവർ ഫുള്ള് 1 2 3 4 5 6 7 8 9 10 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 20 വർക്ക് സ്റ്റേഷൻ ഉണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് മൂടാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി മോളിലേക്ക് പോകണം. നൈറ്റ് ആണല്ലോ, ഞാനൊന്ന് സ്കിപ്പാകട്ടെ. ഇതെന്താ ബ്രീഡാവാത്തത്? നൈറ്റ് ആയോണ്ടാ അറിയില്ല. ഞാനൊന്ന് മോളിക്കോട്ടെ. ഓക്കെ, അവർ വരാണ്ടിരുന്നാ മതി പിന്നാലത്. ഓക്കെ,
ആംബ്രീറ്റ് ആവുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് മുകളിൽ കയറാം. ഇനി ഇവിടുത്തെ വെള്ളമൊക്കെ കണ്ട് തുറന്നിടാം. ഓക്കെ, അങ്ങനെ അയൺ ഫാമിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിവിടെ FK കെട്ടവരൊക്കെ വലുതാവാം. എന്നിട്ട് അയൺകോലം വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. എന്നിട്ട് ഗോൾഡ് ബ്ലോക്കിൻ്റെ ടെക്സ്ചർ ഗോൾഡ് ബ്ലോക്കാണ് കേട്ടോ, ഗോൾഡ് ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എൻ്റെ ഈ ഇതിണ്ടായിരുന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ എടുത്ത് വെച്ച് നോക്കിയാണ്. ഇതെന്താ അയൺ ബ്ലോക്ക്, ഇതെന്തത് ക്ലേയാ, ക്ലേ ബ്ലോക്ക് പോലെ ഉണ്ട്. ഓക്കെ, അപ്പം ഞാൻ ചെങ്കിൽ കുറച്ച് റോക്കറ്റ് ഉണ്ടാക്കട്ടെ. ഡയമണ്ടിൻ്റെ ടെക്സ്ചർ ഇങ്ങനെയാണ്. ഇനി ഇതിൻ്റെ ബ്ലോക്ക് നോക്കാം നമുക്ക്. ഓക്കെ, ബ്ലോക്ക്. ഓക്കെ, ഇതെന്താ അങ്ങനെ തിളങ്ങണ പോലത്തെ. ഓക്കെ, അപ്പം എന്തായാലും കുഴപ്പമില്ല. നമുക്കിനി റോക്കറ്റ് ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. പിന്നെ ഞാൻ വലിയൊരു മൈനിന് പോയി. ഞാൻ ഒറ്റക്കല്ല, അനിയനും ഉണ്ടായിരുന്നു. അപ്പം അനിയനൊപ്പം കളിക്കാനില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത്രക്ക് ഡയമണ്ടൊക്കെ ഉള്ളത്. ഞാനൊന്ന് കാണിച്ചു തരാം കേവ് ഏതാന്ന് കേട്ടോ ഞാൻ പോയത്. പിന്നെ ഈ 2 ദിവസമായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കേസ് എൻ്റെ ആർമേഴ്സ് പ്രൊട്ടക്ഷൻ 4, പ്രൊട്ടക്ഷൻ 3, പ്രൊട്ടക്ഷൻ 4 ഇതാണ് ഫുൾ OP ആക്കാണ്. ഞാൻ ബ്രേക്കിംഗ് കൂടി ഇടണം. ഓക്കെ, അപ്പോൾ ഞാൻ ചെങ്ങിഞ്ഞ് വീട്ടിൽ ആ കേവ് കാണിച്ചു തരാം. പിന്നെ ഇത് ചെറുതായിട്ടുള്ളൂ ഗൈസ്, ഞാൻ ഓഫ് ക്യാമിയ എല്ലാവരും വലുതായിക്കോളും. എന്നിട്ട് കൺഫേം വർക്കായി അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനിനി ആ കേവ് ഒന്ന് കാണിച്ചു തരാം. എവിടെയാണ് അത്? ഇതാ ഈ കേവ്. ഞാനാണ്ട് അടിക്ക് മുഴുവനായിട്ടാണ്ട് പോയപ്പോൾ സിൽക്ക് ടച്ചും ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഫോർച്യൂണ് പിക്കാക്സ് ഉണ്ട്. സിൽക്ക് ടച്ച് ആയിട്ട് മൈൻ ചെയ്തിട്ട് എത്ര 39 ഇടം കിട്ടി. ഒക്കെ ഉണ്ട്. ഈ ഫോർച്യൂൺ കൊണ്ട് ഞാൻ മൈൻ ചെയ്തപ്പോൾ 1.5 സ്റ്റാക്ക് ഡയമണ്ട് കിട്ടി. ഓക്കെ, ആവശ്യം വരും നമുക്ക് ഷോപ്പ് ഇടണം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത വീഡിയോയിലാവും ഷോപ്പൊക്കെ ഇടാം. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചാൽ അതിൻ്റെ ചെയ്യാണ്. കൺഫേം വർക്കായ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിക്കാം.